നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് 15/3/2026. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഹനേഹൂദ മാർക്കറ്റ്, ഇവിടെ ഒരു മാർക്കറ്റിന്റെ പേരാണത്. അവിടെ നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിറയെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മുഴുവനും ബാഡ് കമന്റ്സ് ആയിരുന്നു വന്നത്. ഇത് ഫേക്ക് ആണ്, ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചത് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. യുദ്ധ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാരും അറിയുന്നല്ലോ, നിങ്ങളെല്ലാരും ബംഗറിലാണ്, ആരും പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ ഞാൻ ഇട്ടിരിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്, വീഡിയോ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഡേറ്റ് മറക്കണ്ട, 15/3/2026. ഇവിടെ സമയം 2:39 PM ആണ്. അപ്പൊ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇവിടെ യുദ്ധമായിട്ട് ആരും കയറി ഇരിക്കൊന്നും അല്ല കേട്ടോ. ദേ കാണുന്നുണ്ടല്ലോ, വൈകുന്നേരം ആവുമ്പോഴത്തേനാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഒന്ന് ഓണായി വരുന്നത്. ഒരു മാർക്കറ്റാണ്, ഇവിടെ എല്ലാ ഷോപ്സും ഓപ്പൺ ആണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഹായ്. ഇവിടുത്തെ എല്ലാ ഷോപ്സും ഓപ്പൺ ആണ്. പിന്നെ പ്രധാനമായിട്ടും പ്രചരിക്കുന്ന ഒരു കാര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞിട്ട് കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരു മാനസിക വൈകല്യമാണ് കേട്ടോ. ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ മാനസിക വൈകല്യം എന്ന് പറയാം. അതായത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കറിയാം. അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ലോകമെങ്ങുമുള്ള തീവ്രവാദി മനോഭാവമുള്ള ആളുകൾ പറയുന്നുണ്ട്. കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പറയുകയും ആഘോഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വാർത്തയാണ് അദ്ദേഹം അങ്ങോട്ട് ഇല്ലാണ്ടായി എന്നുള്ളത്. ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. അതായത് ഇറാനിലെയും ഹമാസിലെയും ഹിസ്ബുള്ളയിലെയും ഉന്നത നേതാക്കൾ ഒന്നൊന്നായി ഇസ്രയേലിന്റെ കൃത്യമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുമ്പോൾ തീവ്രവാദം എന്ന ഭീകര പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വലിയൊരു മാനസിക തകർച്ച സത്യത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ തകർച്ച മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്രവാദികള് ഒരാള് മരിച്ചു എന്ന് സ്വയം വിശ്വസിപ്പിച്ച് അവര് സ്വയം വിശ്വസിക്കുകയും ചെയ്തിട്ട് സന്തോഷിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ടതിന് പകരമായി നെതന്യാഹുവും കൊല്ലപ്പെടണമെന്ന വാശി ഇവർക്കിടയിൽ ഒരുതരം പ്രതികാര മനോരോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് ഇക്കോ ചേംബർ എന്ന് സത്യത്തിൽ വിളിക്കുന്നത്. ഇക്കോ ചേംബർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത് മാത്രമാണ് സത്യമെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു ഇക്കോ ചേംബറിലാണ് ഇന്ന് പല സോഷ്യൽ മീഡിയ തീവ്രവാദി ഭീകരവാദികളെല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാനിലെയും ഹമാസിലെയും ഹിസ്ബുള്ളയിലെയും ഉന്നത നേതാക്കളൊക്കെ ഒന്നൊന്നായി ഇസ്രയേലിന്റെ കൃത്യമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പം അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ നേതാക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു, ആരാധ്യനായ ഇവിടുത്തെ പ്രധാനമന്ത്രി മാത്രം ജീവനോടെ ഇരിക്കുന്നു, അദ്ദേഹത്തിനൊന്നും പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന് അത്രയേറെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു രാജ്യം അത്രമേൽ സുരക്ഷിതമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ഭീകരവാദികളൊക്കെ തന്നെയും അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇസ്രയേലിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസി മൊസാദ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റ് ആണ് നെതന്യാഹു എന്ന് പറയുന്ന ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അവിടേക്ക് ഒരു ഈച്ച പോലും കടന്നു കയറാൻ പറ്റത്തില്ല എന്ന് ഈ പറയുന്ന ഇവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വെറുതെ പടച്ചുവിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതിപ്പം ലൈവായിട്ട് ജെറുസലേം പട്ടണത്തിലൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്, റോഡൊക്കെ നല്ല ക്രൗഡഡ് ആണ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഡേറ്റ് മറക്കണ്ട, 15/3/2026 കേട്ടോ. അപ്പോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. തിരിച്ചു പോകുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഇലക്ഷനൊക്കെ അടുത്ത് വരുവാണ്. ഇപ്രാവശ്യം നമ്മുടെ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക, ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കുക. നമ്മുടെ മോദിജി വിഭാവന ചെയ്യുന്ന അഴിമതി രഹിത വികസിത ഒന്നിച്ച് കൈകോർക്കാം. വന്ദേ
മാതരം.